ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ എത്തിയിരിക്കുന്നത് ചോറിന് കൂട്ടാൻ പറ്റിയ 2 കറികളുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. 2 സിമ്പിൾ കറികളാണ്. അപ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് ഒരു തീയലാണ്. അപ്പോൾ ഈ തീയൽ ഉണ്ടാക്കാനായിട്ട് ഒരു 250 ഗ്രാം കൂർക്ക കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. കുറച്ച് ചുവന്നുള്ളി, 2 മുരിങ്ങയ്ക്ക, ഒരു 5 പച്ചമുളക്, ഇതൊക്കെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു അരമുറി തേങ്ങ ചെറുതായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 2-3 അല്ലി ചുവന്നുള്ളി, പിന്നെ അര ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകമാണ്, അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഗോൾഡൻ കളറാവണം, തേങ്ങയുടെ കളർ മാറും. ഇനി ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം. അപ്പോൾ നല്ലൊരു മണം വരും കേട്ടോ. ഈ കറിവേപ്പിലയുടെയും ചെറിയ ഉള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം വരും. കളറെല്ലാം മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി നമുക്ക് പൊടികളിടാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. മുളക് പൊടി അധികം എരിവുള്ള മുളക് പൊടിയല്ല. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി മൂത്തൊരു നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ കരിഞ്ഞു പോകരുത്. തീ കുറച്ച് വെച്ച് വേണം ഇത് നമുക്ക് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇപ്പം നല്ല പരുവായി വന്നിട്ടുണ്ട്, കണ്ടാൽ തന്നെ അറിയാമല്ലോ. ഇനി തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് അരച്ചെടുക്കണം. ഇനി നമുക്ക് കറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഉണ്ടല്ലോ, ആ ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചെറിയ ഉള്ളിയിൽ 10-20 ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് ഇതിന് ടേസ്റ്റ്. അതുകൊണ്ട് ഞാൻ അത് മൊത്തം ചെറുള്ളിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഉള്ളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം. വഴന്ന് വരുന്ന സമയത്ത് ഒരു 4-5 പച്ചമുളക് കീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഒന്ന് വാടി വരട്ടെ എണ്ണയിൽ കിടന്ന്. പച്ചമുളകും കറിവേപ്പിലയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂർക്ക ഉണ്ടല്ലോ, കൂർക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കൂർക്കയും കൂടെ ഈ എണ്ണയിൽ കുറച്ച് നേരം ഒന്ന് വഴറ്റണം കേട്ടോ. അപ്പോൾ ആ കൂർക്കയുടെ ഒരു ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, കറയുടെ ചുവയൊക്കെ ഒന്ന് മാറാനായിട്ട് എണ്ണയിൽ കുറച്ച് നേരം ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. നന്നായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കൂർക്ക ഒന്ന് വെന്ത് കിട്ടണം. വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ ഈ സമയത്ത് മുരിങ്ങക്കായ ചേർക്കുന്നില്ല കേട്ടോ. ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരു പകുതിയിൽ കൂടുതൽ വേവായതിന് ശേഷം മാത്രം നമുക്ക് മുരിങ്ങക്കായ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്, കൂർക്കയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് മുരിങ്ങക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുരിങ്ങക്കായ ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മുരിങ്ങയ്ക്കായ ഒരു പകുതി വേവാകുന്ന സമയത്ത് ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ് കേട്ടോ. 2 തക്കാളി, 2 ഇടത്തരം തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി തക്കാളിയും മുരിങ്ങയ്ക്കയും എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇതിനെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്കും മുരിങ്ങയ്ക്കയും തക്കാളിയൊക്കെ വെന്ത് വരും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് അരപ്പ് വെള്ളം കൂടി ചേർക്കാം. അരപ്പ് വെള്ളം എല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം
കുറച്ച് പുളിവെള്ളവും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഉപ്പൊക്കെ ശരിയാണോ എന്നൊന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് അല്പം കുറവായിട്ട് തോന്നി. അപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ കറിയുടെ കൺസിസ്റ്റൻസി എത്രയാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്പം കുറുകിയ പരുവത്തിലാണ് വെച്ചിരുന്നത്. അതാ കറിയൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്, കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഈ ചട്ടിയിലിരുന്ന് തന്നെ ഇത് കുറച്ചും കൂടെ കുറുകുന്നതായിരിക്കും. ഇനി ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കടുകും മുളകും ഒക്കെ ഒന്ന് ചാളിച്ചൊഴിച്ച് കൊടുക്കാം. പക്ഷെ ഞാൻ ആദ്യമേ നമ്മൾ എണ്ണയിലൊക്കെ വഴറ്റിയത് കൊണ്ട് കുറച്ച് കറിവേപ്പിലയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കൂർക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഒരു തോരനാണ്. വളരെ സിമ്പിളാണ്. പച്ചക്കറി അരിഞ്ഞ് കൈ കുഴയേണ്ട, വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു തോരനാണ്. അപ്പോൾ ഇതിൻ്റെ അരപ്പ് എന്താണെന്ന് നോക്കാം. ഒരു അരമുറി തേങ്ങ, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4-5 പച്ചമുളക്, ഒരു 3 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഒരു 8 പപ്പടം അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ. പപ്പടം വറുത്തെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ച എല്ലാ ഡിഷസിൻ്റെയും ഇൻഗ്രീഡിയൻസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡൗട്ടുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ പപ്പടം 8 പപ്പടമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഈ ബാലൻസ് വന്ന എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പപ്പടം വറുത്ത അതേ എണ്ണയിലേക്ക് ഞാൻ പപ്പടം വറുക്കാനായിട്ട് വളരെ കുറച്ച് എണ്ണ എടുത്തുള്ളായിരുന്നു. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഈ എണ്ണയിൽ കിടന്നൊന്ന് മൂത്ത് കിട്ടണം. അതുവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ആ എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വരട്ടെ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് വേണം നമുക്ക് പപ്പടം ഇതിലേക്ക് ചേർക്കാൻ. ഈ സമയത്ത് കുറച്ച് ഈ അരപ്പിനാവശ്യമായ ഉപ്പ് മാത്രം ചേർക്കാം. പപ്പടത്തിന് ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചേർക്കാനായിട്ട് കേട്ടോ. വളരെ കുറച്ച് ഉപ്പ് ചേർത്താൽ മതി. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. വഴറ്റിയതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന പപ്പടം ഉണ്ടല്ലോ, അതിതിലേക്ക് ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മളല്ലെങ്കിൽ ആദ്യം പപ്പടം കത്രികയ്ക്ക് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണമെങ്കിലും വറക്കാം. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇതാണെന്ന് തോന്നുന്നു എളുപ്പം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നമ്മളിത് ഇളക്കി വരുമ്പോഴത്തേക്ക് പപ്പടം നല്ല പരുവത്തിന് പൊടിഞ്ഞ് കിട്ടും. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം കേട്ടോ. ഈ പപ്പടം ഒന്ന് മയപ്പെട്ട് വരണമല്ലോ. അപ്പോൾ അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ അരപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് 2-3 മിനിറ്റും കൂടെ ഒന്ന്, ഇത് വേവാനൊന്നുമില്ല, അരപ്പെല്ലാം വെന്ത് പപ്പടവും വെന്ത് കിട്ടിയതാണ്. അപ്പോൾ ആ വെള്ളം നമ്മൾ ഒഴിച്ചല്ലോ, ആ വെള്ളം ഇതിനകത്തൊന്ന് മിക്സ് ആവണം. എല്ലാം കൂടെ അരപ്പെല്ലാം കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ഒരു 2 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കുക. ഇപ്പോൾ 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പപ്പടം തോരൻ കണ്ടല്ലോ, നല്ല അടിപൊളി തോരനാണ്. ചോറിന് കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ 2 കറികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.